Hello students, welcome to the sixth session of our first module. So students, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വെയിൻസ് അല്ലെങ്കിൽ പ്ലേറ്റ്സ് അത് സ്റ്റേഷനറി ആവാം അല്ലെങ്കിൽ മൂവിങ് ആവാം. അപ്പോൾ രണ്ടിലും നമ്മൾ ഫ്ലാറ്റ് പ്ലേറ്റും കർവ് പ്ലേറ്റും കണ്ടു. ഈ കർവ് പ്ലേറ്റിൽ തന്നെ പിന്നെ ടിപ്പിലും സെൻറ്ററിലും വാട്ടർ ജെറ്റ് ഹിറ്റ് ചെയ്താലുള്ള ഇമ്പാക്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ അൾട്ടിമേറ്റ് ലക്ഷ്യം ഈ ടർബൈനിലേക്ക് എത്തുകയാണ്. ഈ ടർബൈൻ എന്ന് വെച്ചാൽ സീരീസ് ഓഫ് വെയിൻ, ഒറ്റ വെയിൻ അല്ല, സീരീസ് ഓഫ് വെയിൻസ് ആണ്. അത് ചിലപ്പോൾ ഫ്ലാറ്റ് ആവാം, കേർവ്ഡ് ആവാം. ഈ സീരീസ് ഓഫ് വെയിൻ ആകുമ്പോൾ എങ്ങനെയാണ് ഒരു ജെറ്റ് ഒരു വാട്ടർ ജെറ്റ് അതിൽ ഹിറ്റ് ചെയ്താൽ എങ്ങനെയാണ് അതിൻ്റെ ഇമ്പാക്റ്റ്, ആ ഫോഴ്സ് കാരണം ഒരു ടോർക്ക് അല്ലെങ്കിൽ മൊമെൻ്റ് ഉണ്ടാവും. ആ മൊമെൻ്റാണ് നമ്മുടെ പവറായിട്ട് ടർബൈൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് അല്ലേ. അപ്പോൾ ആ ഇമ്പാക്റ്റ് എങ്ങനെയാണെന്ന് കാണാനാണ് നമ്മൾ ആദ്യം സിംഗിൾ വെയിൻ, അത് ഫ്ലാറ്റോ അല്ലെങ്കിൽ എന്താണ് കർവ്ഡോ, ആ സിംഗിൾ വെയിൻ നമ്മൾ അനലൈസ് ചെയ്തത്, റൈറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് സീരീസ് ഓഫ് വെയിൻസിലേക്ക് കിടക്കുകയാണ്. അത് ഫ്ലാറ്റ് പ്ലേറ്റ്. So force exerted by a jet of water on a series of veins. Okay, series of veins. അപ്പോൾ ആദ്യം നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള വെയിൻസിലേക്ക് പോകാം. അപ്പോൾ ഇതൊരു വീലുണ്ട്. ഈ വീലിൽ കുറേ പ്ലേറ്റ്സ് അല്ലെങ്കിൽ വെയിൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഫ്ലാറ്റാണ്. നമുക്ക് ഇവിടെ ഒരു ജെറ്റ് ഓഫ് വാട്ടർ ഇതിനെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ പ്ലേറ്റ്സിൻ്റെ വെലോസിറ്റി യു, ഹിറ്റ് ചെയ്യുന്ന ജെറ്റിൻ്റെ വെലോസിറ്റി വി. ഓക്കെ. എന്താണിത്? ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ജെറ്റ് ഓഫ് വാട്ടർ ഓൺ എ സിംഗിൾ മൂവിങ് പ്ലേറ്റ്. അത് സിംഗിൾ മൂവിങ് പ്ലേറ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കലി ഫീസിബിൾ. അങ്ങനെ ഒരു സംഭവം പ്രാക്ടിക്കലി ഇല്ല അല്ലേ. അത് നമ്മൾ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് സ്റ്റഡി എങ്ങനെ ആയിരിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പഠിച്ചാണ് ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ. ഒരു സിംഗിൾ മൂവിങ് പ്ലേറ്റ് അത് ഫ്ലാറ്റായാലും കേർവ്ഡായാലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. എന്താണ് പ്രാക്ടിക്കലി നമ്മൾ കണ്ടുവരുന്നത്? എന്താണ് വരുന്നത്? ലാർജ് നമ്പർ ഓഫ് പ്ലേറ്റ്സ് വിച്ച് ആർ മൗണ്ടഡ് ഓൺ സർക്കംഫറൻസ് ഓഫ് എ വീൽ. അപ്പോൾ ഈ ഒരു വീലിൻ്റെ സർക്കംഫറൻസിൽ കുറേ ഫ്ലാറ്റ് പ്ലേറ്റ്സ് അല്ലെങ്കിൽ കർവ് പ്ലേറ്റ്സ് മൗണ്ട് ചെയ്തിട്ടുള്ള രീതിയാണ് നമ്മൾ ആക്ച്വൽ അല്ലെങ്കിൽ റിയൽ കേസ്, ആക്ച്വൽ പ്രാക്ടീസിൽ ഉണ്ടാവുന്നത്. ഓക്കെ. സോ വെൻ ദ ജെറ്റ് സ്ട്രൈക്സ് എ പ്ലേറ്റ് ആൻഡ് ഡ്യൂ ടു ദ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ പ്ലേറ്റ് ബൈ ദ ജെറ്റ് ദ വീൽ സ്റ്റാർട്ട്സ് മൂവിങ്. ഇപ്പം ഇങ്ങനെയാണ് ഹിറ്റ് ചെയ്യുന്നതുകൊണ്ട് അതൊരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വീൽ വിൽ സ്റ്റാർട്ട് ടു റൊട്ടേറ്റ്, റൈറ്റ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ജെറ്റ് ഈ ഒരു പർട്ടിക്കുലർ വെയിനെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആ വീല് റൊട്ടേറ്റ് ചെയ്യില്ല. വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സപ്പോസ് ഈ പർട്ടിക്കുലർ വെയിൻ എ ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എ ഇവിടെ എത്തും. അപ്പോൾ ഇവിടെയുള്ള ബി ഇവിടെ എത്തും അല്ലേ. അങ്ങനല്ലേ സംഭവം അല്ലേ. ഇപ്പോൾ ഈ ഈ പ്ലേറ്റ് ഇവിടെ എത്തി, തൊട്ട് ബാക്കിലുള്ള വെയിൻ ജെറ്റിൻ്റെ മുമ്പിലെത്തും അല്ലേ. Jet strikes a plate due to the force exerted by the jet on the plate. The wheel starts moving and the second plate mounted on the wheel appears before the jet അല്ലേ. അപ്പോൾ ആ ജെറ്റിനും ആ പ്ലേറ്റിനും വീണ്ടും എന്ത് കിട്ടും? ജെറ്റ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കിട്ടും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് മൂവ് ചെയ്യും അല്ലേ. സോ ദസ് ഈച്ച് പ്ലേറ്റ് അപ്പിയേഴ്സ് സക്സസീവ്ലി ബിഫോർ ജെറ്റ് ആൻഡ് ജെറ്റ് എക്സേർട്സ് ഫോഴ്സ് ഓൺ ഈച്ച് പ്ലേറ്റ്. സോ ദ വീൽ സ്റ്റാർട്ട്സ് മൂവിങ് അറ്റ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ്. അപ്പോൾ വീൽ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ട്, കാരണം അറ്റ് എ ടൈം എല്ലാ മൊമെൻറ്റിലും നമുക്കൊരു പ്ലേറ്റ് ഈ ജെറ്റിൻ്റെ മുന്നിൽ കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു പ്ലേറ്റിന് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ അത് മൂവ് ചെയ്യും, തൊട്ട് ബാക്കിലുള്ള പ്ലേറ്റ് വീണ്ടും ജെറ്റിൻ്റെ മുന്നിൽ വരും, അതിനും ഫോഴ്സ് എക്സേർട്ട്. അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ വീല് അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട്. ഇതാണ് വർക്കിംഗ് അല്ലേ. ഇനി നമുക്കിതിൻ്റെ അനാലിസിസിലേക്ക് പോകാം. അപ്പോൾ ഈ വി എന്നുള്ള വെലോസിറ്റി എന്താണ്? വി നോക്കാം. എന്താണ് വി ആണെന്ത്? വെലോസിറ്റി ഓഫ് ജെറ്റ്. ഓക്കെ. ഈ ഡി ഡയമീറ്റർ ഓഫ് ജെറ്റിൻ്റെ ഡയമീറ്റർ. അപ്പോൾ നമുക്ക് ഏരിയ കാണാൻ പറ്റും, ഡയമീറ്റർ ഓഫ് ജെറ്റ്. അപ്പോൾ എ സ്മോൾ എ ആണ് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ജെറ്റ്. അത് ക്രോസ് സെക്ഷൻ ഏരിയ ജെറ്റ് എന്ന് വെച്ചാൽ π/4 d² ക്രോസ് സെക്ഷൻ ഏരിയ.
നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ജെറ്റ്. വേറെ ഒന്നുണ്ട്, സ്മോൾ യു ഉണ്ട്. സ്മോൾ യു എന്താണ്? വെലോസിറ്റി ഓഫ് വെയിൻ ആണ്. വെലോസിറ്റി ഓഫ് വെയിൻ, വെലോസിറ്റി ഓഫ് വെയിൻ ഓർ പ്ലേറ്റ്. അപ്പോൾ ഇവിടെ നമ്മളൊരു സീരീസ് ഓഫ് പ്ലേറ്റ് വരുമ്പോൾ, ഒരു സിംഗിൾ പ്ലേറ്റ് അല്ലെങ്കിൽ സിംഗിൾ വെയിൻ അനാലിസിസിലും ഈ സീരീസ് ഓഫ് പ്ലേറ്റിൻ്റെ അനാലിസിസിലും വരുന്ന മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? In this case, the mass of water coming out of the nozzle per second is always in contact with the plates. അല്ലേ? എപ്പോഴും ഈ ജെറ്റിന്ന് വരുന്ന മാസ് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ നോസിൽ നിന്ന് വരുന്ന ജെറ്റ് അല്ലെങ്കിൽ ആ മാസ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ് ഈസ് ഓൾവേസ് ഇൻ കോണ്ടാക്ട് വിത്ത് എ പ്ലേറ്റ്. അല്ലേ? എല്ലാ ടൈമിലും പ്ലേറ്റുമായിട്ട് ഇത് കോണ്ടാക്ട് ഉണ്ട്. ഒരു പ്ലേറ്റ് പോകുമ്പോൾ അടുത്ത പ്ലേറ്റ് വരുന്നതുകൊണ്ട് എപ്പോഴും ഒരു പ്ലേറ്റുമായിട്ട് ആ വാട്ടർ എപ്പോഴും കോണ്ടാക്റ്റിൽ തന്നെ ഉണ്ട്. അല്ലേ? അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ അനാലിസിസിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അറിയില്ല, എം ഡോട്ട്, ഇപ്പോൾ ഫോഴ്സ് കാണുമ്പോൾ ഒരു എം ഡോട്ട് ഇൻറ്റു ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ, ചേഞ്ച് ഇൻ വെലോസിറ്റി എന്നല്ലേ കണ്ടത് നമ്മൾ, വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ. അപ്പോൾ ഈ എം ഡോട്ട് കാണാൻ നമ്മൾ സാധാരണ ചെയ്തത് റോ എ എന്തായിരുന്നു, വി ആർ, റിലേറ്റീവ് വെലോസിറ്റിയാണ്. കാരണം പ്ലേറ്റും മൂവ് ചെയ്യുന്നുണ്ട്, വാട്ടറും മൂവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് റിലേറ്റീവ് വെലോസിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഇതല്ല യൂസ് ചെയ്യേണ്ടത്. ഇവിടെ എന്ന് വെച്ചാൽ എം ഡോട്ട് എന്നുള്ളത് റോ എ വി അബ്സല്യൂട്ട് വെലോസിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? അബ്സല്യൂട്ട് വെലോസിറ്റി ഷുഡ് ബി യൂസ്ഡ്. അബ്സല്യൂട്ട് വെലോസിറ്റി സിൻസ് water jet is in contact always with a vein. ഏതെങ്കിലും ഒരു വെയിനുമായിട്ട് എപ്പോഴും വാട്ടർ കോണ്ടാക്ട് അല്ലെങ്കിൽ വാട്ടർ ജെറ്റ് കോണ്ടാക്റ്റിലായതുകൊണ്ട് നമ്മൾ അവിടെ റിലേറ്റീവ് വെലോസിറ്റി യൂസ് ചെയ്യണ്ട. കാരണം വാട്ടർ ജെറ്റിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും എന്തുണ്ട്, ഒരു പ്ലേറ്റ് ഉണ്ട്. ഒരു പ്ലേറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വാട്ടർ ജെറ്റിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ഈ പ്ലേറ്റ് എന്നുള്ള സംഭവം മൂവ് ചെയ്യുന്നില്ല. കാരണം എപ്പോഴും അവിടെ ഒരു എന്തുണ്ട്, എപ്പോഴും എല്ലാ ടൈമിലും അവിടെ ഒരു പ്ലേറ്റ് ഓൾവേസ് ഇൻ കോണ്ടാക്റ്റ് ആണ്. അതുകൊണ്ട് അവിടെ റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യേണ്ട. കാരണം അത് മൂവിങ്, ഇപ്പോൾ വാട്ടർ ജെറ്റിൻ്റെ കേസ് ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ പ്ലേറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾവേസ് ഇൻ കോണ്ടാക്റ്റ് അല്ലേ, ഓൾവേസ് ഇൻ കോണ്ടാക്റ്റ് ആയതുകൊണ്ട് നമുക്ക് അവിടെ അബ്സല്യൂട്ട് വെലോസിറ്റി തന്നെ യൂസ് ചെയ്യാം. ഇവിടെ എം ഡോട്ട് കാണാം. ഇതാണ് മെയിൻ ഡിഫറൻസ്. സീരീസ് ഓഫ് പ്ലേറ്റ് അല്ലെങ്കിൽ വെയിൻസിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും മെയിനായിട്ടില്ല, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് അതിൻ്റെ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ നമുക്ക് തന്നെ ഫോഴ്സ് എക്സേർട്ടഡ് കാണാം. ഫോഴ്സ് എക്സേർട്ടഡ് എക്സ് ഡയറക്ഷൻ. ഇപ്പോൾ സപ്പോസ് ഇത് എക്സ് ഡയറക്ഷൻ ആണെന്ന് കരുതുക. ഈ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ എക്സ് ഡയറക്ഷൻ ആണെന്ന് വെച്ചാൽ ഈ ഡയറക്ഷനിലുള്ള ഫോഴ്സ് എഫ് ഓഫ് എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്ത അതേ മെത്തേഡ്, മാസ് പെർ സെക്കൻഡ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ മൈനസ് ഫൈനൽ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ. വെലോസിറ്റി ഓഫ് ജെറ്റ് ആണ്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മാസ് കണ്ടിന്യൂസ്ലി പിന്നെ എന്താണ് പ്ലേറ്റുമായിട്ട് കോണ്ടാക്റ്റിലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാസ് പെർ സെക്കൻഡ് എപ്പോഴും റോ എ വി എടുത്താൽ മതി. പക്ഷേ ഇനീഷ്യൽ വെലോസിറ്റി എടുക്കുമ്പോൾ അതായത് ജെറ്റ് ഓൾവേസ് സ്ട്രൈക്സ് ദ പ്ലേറ്റ് വിത്ത്
ഏത് വെലോസിറ്റി? റിലേറ്റീവ് വെലോസിറ്റിയാണ്. കാരണം വെലോസിറ്റി എന്താണ്? വി മൈനസ് യു എന്നുള്ള വെലോസിറ്റിയാണ്. വി മൈനസ് യു എന്നുള്ള വെലോസിറ്റിയിലാണ് ജെറ്റ് പ്ലേറ്റിനെ സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്ലേറ്റ് എടുക്കുമ്പോൾ ജെറ്റ് അതിനെ സ്ട്രൈക്ക് ചെയ്യുന്ന വെലോസിറ്റി പറഞ്ഞാൽ വി മൈനസ് യു ആണ്. കാരണം അവിടെ റിലേറ്റീവ് വെലോസിറ്റി ഉണ്ട്. പക്ഷെ മാസ് കാണുമ്പോൾ എന്താണ്? ഒരു കോൺസ്റ്റന്റ് മാസ് എപ്പോഴും ഈ പ്ലേറ്റുമായിട്ട് എപ്പോഴും കോൺടാക്റ്റ് ഉള്ളതുകൊണ്ട്, പ്ലേറ്റ് എപ്പോഴും ഈ ജെറ്റുമായിട്ട് കോൺടാക്റ്റ് ഉള്ളതുകൊണ്ട് അവിടെ അബ്സല്യൂട്ട് വെലോസിറ്റി എടുത്താൽ മതി. പക്ഷെ ഇവിടെ വെലോസിറ്റി, ഈ കേസിൽ ഇനീഷ്യൽ വെലോസിറ്റി എടുക്കുമ്പോൾ വി മൈനസ് യു തന്നെ എടുക്കണം. അപ്പോൾ ഇത് വി മൈനസ് യു മൈനസ് ഫൈനൽ വെലോസിറ്റി നെക്സ്റ്റ് ഡയറക്ഷൻ എന്താണ്? ഇല്ല. കാരണം അവിടെ എന്താണ്? ഈ കേസിൽ നമ്മൾ ഇത് ഫ്ലാറ്റ് പ്ലേറ്റ് ആയതുകൊണ്ട് ഇവിടെ ട്രയാങ്കിൾ ഒന്നും വരക്കേണ്ട ആവശ്യമില്ല, ഫ്ലാറ്റ് അല്ലേ. ഇതിങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യും അല്ലേ, താഴേക്കോ മുകളിലേക്കോ ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഡയറക്ഷനിൽ ഫൈനൽ വെലോസിറ്റി ഇല്ല, അതുകൊണ്ട് അത് 0 ആയിട്ട് എടുക്കാം. ഇവിടെ 0. ഓക്കെ. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് എന്ത് എഴുതാം? റോ എ വി ഇൻറ്റു വി മൈനസ് യു. ഇതാണ് ഫോഴ്സ് എക്സർട്ടഡ് ബൈ ജെറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് പ്ലേറ്റ്. ഫോഴ്സ് എക്സർട്ടഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ പ്ലേറ്റ് ഇൻ ദ എക്സ് ഡയറക്ഷൻ. അപ്പം നമ്മൾ വർക്ക് ഡൺ ബൈ ദ ജെറ്റ് ആണെങ്കിലോ, വർക്ക് ഡൺ ബൈ ദ ജെറ്റ് ഓൺ ദ സീരീസ് ഓഫ് പ്ലേറ്റ്സ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന വർക്ക്, അതായത് പവർ, അതാണ് പവർ അല്ലേ. അപ്പോൾ അതെങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഇൻറ്റു എന്താണ്? വെലോസിറ്റി അല്ലേ, ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി അല്ലേ, അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് പെർ സെക്കൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് വർക്ക്. വർക്ക് പെർ സെക്കൻഡ് ആണെങ്കിൽ ഡിസ്റ്റൻസ് പെർ സെക്കൻഡ്. ഏത് ഡയറക്ഷനിൽ? ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഏത്? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. എഫ് ഓഫ് എക്സിൻ്റെ ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് പെർ സെക്കൻഡ്. അപ്പോൾ അതാണെന്ത്? യു അല്ലേ, അതാണ് യു. എഫ് ഓഫ് എക്സ് ഇൻറ്റു യു. അപ്പോൾ അത് റോ എ വി ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു യു. റൈറ്റ്. So this is the work done by the jet on the series of flat plates per second. അപ്പോൾ നമ്മൾ ഒരു സിംഗിൾ പ്ലേറ്റ് ആണ് എടുത്തിരുന്നെങ്കിൽ, ഒരു സിംഗിൾ ഫ്ലാറ്റ് പ്ലേറ്റ് ആണ് എടുത്തിരുന്നെങ്കിൽ അത് ടിപ്പിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വിക്ക് പകരം വി ആർ ആയി. അത് വി ആർ മീൻസ് വി ആർ എന്ന് വെച്ചാൽ വി മൈനസ് യു അല്ലേ, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സീരീസ് ഓഫ് പ്ലേറ്റ്സ് ആയതുകൊണ്ട് വി ആറിന് പകരം വി അബ്സല്യൂട്ട് വെലോസിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി വി ആർ എന്ന് വെച്ചാൽ എന്താ? വി മൈനസ് യു തന്നെയായിരുന്നു. അപ്പോൾ റോ എ വി മൈനസ് യു ഹോൾ സ്ക്വയർ ഇൻറ്റു യു ആയിരുന്നു നമ്മൾ അവിടെ ഒരു സിംഗിൾ പ്ലേറ്റ് എടുക്കുമ്പോൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സീരീസ് ഓഫ് പ്ലേറ്റ് എടുക്കുമ്പോൾ റോ എ വി ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു യു. റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഓക്കെയാണ്. ഇനി നമ്മൾ എഫിഷ്യൻസി കാണാൻ എന്ത് ചെയ്താൽ മതി? വർക്ക് ഡൺ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ടാണ് വർക്ക് ഡൺ പെർ സെക്കൻഡ്. ഇൻപുട്ട് എന്താണ്? കൈനറ്റിക് എനർജി പെർ സെക്കൻഡ്. കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ എത്ര കൈനറ്റിക് എനർജി ഇൻപുട്ട് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അറിയാം. വർക്ക് ഡൺ റോ എ വി ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു യു ആണ്. കൈനറ്റിക് എനർജി എന്താണ്? ഹാഫ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എഴുതിയിട്ടുണ്ട്. ഹാഫ് റോ എ വി ക്യൂബ് ആണ്. ഹാഫ് റോ എ വി ക്യൂബ്. കാരണം കൈനറ്റിക് ഹാഫ് റോ എ വി സ്ക്വയർ ആണെങ്കിൽ അതെന്തായി? ഹാഫ് എം ബി സ്ക്വയർ ആണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ആകുമ്പോൾ അത് ഹാഫ് റോ എ വി ക്യൂബായി. ഹാഫ് റോ എ വി ക്യൂബ്. ഇത് നമുക്ക് കുറച്ച് ടേംസ് കട്ട് ചെയ്ത് കളയാം അല്ലേ. സോ എ ക്യാൻ ബി ക്യാൻസൽഡ് ആൻഡ് 1 വി ഇത് വി സ്ക്വയർ ആവും, ഈ വി ക്യാൻസൽ ആവും. റിമൈനിങ് ഈസ് ഈ 2 മുകളിലേക്കും 2 എഫിഷ്യൻസി എന്ന് വെച്ചാൽ 2 ഇൻറ്റു ഒരു യു ഉണ്ട്, ഒരു വി മൈനസ് യു ഉണ്ട്, താഴെയുള്ളത് ഒരു റോയും ക്യാൻസൽ ആവും അല്ലെ, റോ ക്യാൻസൽ ആവും, ഒരു വി സ്ക്വയർ മാത്രമാണ്. അതായത് എഫിഷ്യൻസി ഈക്വൽ ടു 2u v മൈനസ് യു ഡിവൈഡ് ബൈ വി സ്ക്വയർ. സോ ദിസ് ഈസ് എ എക്സ്പ്രഷൻ ഫോർ എഫിഷ്യൻസി.
അപ്പോൾ എഫിഷ്യൻസി മാക്സിമം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എഫിഷ്യൻസി മാക്സിമം കാണണമെങ്കിൽ നമ്മൾ എഫിഷ്യൻസി വിത്ത് റെസ്പെക്ട് ടു ഏത് വെലോസിറ്റി വിച്ച് വെലോസിറ്റി യു ഏതാണ്, യു അതായത് മാക്സിമം ആവുന്ന എഫിഷ്യൻസി മാക്സിമം ആവുന്ന കറസ്പോണ്ടിങ് യു ഏതാണെന്ന് കാണാൻ അതിനെ യു വിത്ത് റെസ്പെക്ട് ടു യു ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. എന്നിട്ട് അത് ഈക്വൽ ടു 0 ഇടാം അല്ലേ. എന്ന് വെച്ചാൽ d/du ഓഫ് ഏത് യുവിനാണ് എഫിഷ്യൻസി മാക്സിമം എന്നാണ് യു വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്നിട്ട് അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് അതിൻ്റെ അകത്തുള്ള എന്താണ് ബ്രാക്കറ്റ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. DUV മൈനസ് DU² ആണ്. ഓക്കെ, അത് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുക ലൈക്ക് വീണ്ടും അത് നമുക്കൊന്ന് കുഴപ്പമില്ല, ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2V നമുക്ക് V² കോൺസ്റ്റൻ്റ് ആണല്ലോ ഇവിടെ. ഈ V² കോൺസ്റ്റൻ്റ് ആണല്ലോ, യു വിത്ത് റെസ്പെക്ട് ടു അല്ലേ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 1/V² പുറത്തെടുക്കാം. 2UV ആയതുകൊണ്ട് അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2V ആവും. മൈനസ് 2U² ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ -4U അല്ലേ ആവുക, 4U ആവും. -4U ഈക്വൽ ടു 0 ആവും. മീൻസ് V². ഓക്കെ, ഇതിലിപ്പോൾ ഇറ്റ് മീൻസ് 2V - 4U ഈക്വൽ ടു 0 ആയിട്ട് എടുക്കുക അല്ലേ. അതായത് U ഈക്വൽ ടു V/2 എന്നല്ല വരിക. ഓക്കെ, V/2 എന്ന് വരും. അപ്പോൾ നമ്മളെ മൂവിങ് വെലോസിറ്റി, അതായത് പ്ലേറ്റ് വെലോസിറ്റി ജെറ്റിൻ്റെ അബ്സല്യൂട്ട് വെലോസിറ്റിയുടെ നേരെ പകുതിയാണെങ്കിൽ എഫിഷ്യൻസി മാക്സിമം ആവും. അപ്പോൾ കറസ്പോണ്ടിങ് മാക്സിമം എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എഴുതുമ്പോൾ 2UV - U, എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഇതാണ് 2UV - U V². അതിൽ യുവിന് നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 2 × V/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. V - V/2 ഡിവൈഡ് ബൈ V². ഓക്കെ, അതിൽ ഈ 2 × 2 ക്യാൻസലായി. പിന്നെ എന്ത് ബാക്കിയുണ്ട്? V - V/2 എന്താണ്, ഹാഫ് V/2 തന്നെയാണ്. ഈക്വൽ ടു എഫിഷ്യൻസി മാക്സിമം എന്ന് വെച്ചാൽ ഒരു ഈ വിയും ഈ ഒരു സ്ക്വയറും കട്ടായി. ഓക്കെ, പിന്നെ V - V/2/V ആണ് ബാക്കിയുള്ളത്. അതെന്ന് വെച്ചാൽ V/2/V എന്ന് വെച്ചാൽ ഹാഫ് എന്ന് വെച്ചാൽ എന്താ, 50%. മാക്സിമം എഫിഷ്യൻസി വെച്ചാൽ 50% ആണ്. അതായത് ഈ ഫ്ലാറ്റ് പ്ലേറ്റ്, ഒരു മൂവിങ് ഫ്ലാറ്റ് പ്ലേറ്റിൽ ഒരു ജെറ്റ് ഹിറ്റ് ചെയ്താൽ വിത്ത് വെലോസിറ്റി V, പിന്നെ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാക്സിമം പോസിബിൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് 50% ആണ്. 50%. ഓക്കെ, അപ്പോൾ hope you have understood this section. Now we will move to radial. അതായത് അടുത്ത നമ്മൾ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ എ സീരീസ് ഓഫ് radial curved veins. Okay, radial curved veins. ഈ റേഡിയൽ കേർവ്ഡ് വെയിൻസ് ആകുമ്പോഴാണ് നമ്മൾ വെലോസിറ്റി ട്രയാങ്കിൾ യൂസ് ചെയ്യേണ്ടി വരുന്നത്. കർവ്ഡ് വെയിൻസിൻ്റെ കേസിലാണ്. അപ്പോൾ സീരീസ് ഓഫ് കർവ്ഡ് വെയിൻസ് ആണെങ്കിൽ നമ്മൾ നോർമൽ ഒരു സിംഗിൾ കർവ്ഡ് വെയിൻ എടുക്കുമ്പോഴും ഈ സീരീസ് ഓഫ് കർവ്ഡ് വെയിൻ എടുക്കുമ്പോഴുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഈ എഫിഷ്യൻസിയും വർക്ക് ഡണ്ണും എഫിഷ്യൻസിയും മാക്സിമം എഫിഷ്യൻസിയും ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫോർ എ റേഡിയൽ കർവ് വെയിൻ ദ റേഡിയസ് ഓഫ് ദ വെയിൻ അറ്റ് ദ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഈ റേഡിയൽ കർവ്ഡ് വെയിൻ എന്ന് വെച്ചാൽ നോക്കാം, ഫിഗർ നോക്കാം. ഇതൊരു റേഡിയൽ കർവ്ഡ് വെയിൻ ആണ്. അപ്പോൾ ഈ റേഡിയൽ കർവ്ഡ് വെയിൻ്റെ ഇൻലെറ്റുള്ള റേഡിയസ് ആണ് ഈ കാണിച്ചത്, അല്ലെങ്കിൽ ഇതാ ഇവിടെ ഈ R1 എന്നുള്ളത് ഇൻലെറ്റുള്ള റേഡിയസ് ആണ്. സെൻറ്റർ, ഇതിനൊരു സെൻറ്റർ ഉണ്ടാവുമല്ലോ, കർവേച്ചറിൻ്റെ സെൻറ്റർ ഉണ്ടാവും. കർവേച്ചർ സെൻറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ റേഡിയസ് R1 ആണ്. ഔട്ട്ലെറ്റ് കർവിൻ്റെ റേഡിയസ് R2 ആണ്. ഓക്കെ, അപ്പോൾ ദേ ഹാവ് ഗോട്ട് ഡിഫറൻറ്റ്
റേഡിയസ് അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. അതുകൊണ്ട് തന്നെ ദ ടാൻജൻഷ്യൽ വെലോസിറ്റീസ് ഓഫ് ദ റേഡിയൽ വെയിൻ അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് വിൽ നോട്ട് ബി ഈക്വൽ. എന്താണ് ടാൻജൻഷ്യൽ വെലോസിറ്റി? നമ്മൾ സാധാരണഗതിയിൽ ഇതിൻ്റെ വെലോസിറ്റി യു അല്ലേ എടുക്കാം അല്ലേ? അപ്പോൾ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ കേസിലും അല്ലെങ്കിൽ സിംഗിൾ ഓരോ ഇൻഡിവിജ്വലായിട്ട് എടുക്കുമ്പോൾ യു എന്നുള്ളത് ഔട്ട്ലെറ്റിലായാലും ഇൻലെറ്റിലായാലും നമ്മൾ എപ്പോഴും സെയിം ആണ് എടുത്തത്. ഇനിയിപ്പോൾ മൂവിങ് സീരീസ് ഓഫ് വെയിൻസിൽ ഇപ്പോൾ റേഡിയൽ കർവ്ഡ് വെയിൻസ് ആണെങ്കിൽ ഇവിടെയുള്ള യു എന്ന് വെച്ചാൽ U1 ആയിരിക്കും, ഇവിടെയുള്ള യു എന്ന് വെച്ചാൽ U2 ആയിരിക്കും. കണ്ട U1ഉം U2, ഈ യു സെയിം ആയിരിക്കില്ല, U1ഉം U2 ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുക. അപ്പോൾ നിങ്ങളൊന്ന് എഴുതി എടുത്തോളൂ, അതായിരിക്കും ബെറ്റർ. ഓക്കെ, കൺസിഡർ കർവ്ഡ് സീരീസ് ഓഫ് റേഡിയൽ കർവ്ഡ് വെയിൻസ് മൗണ്ടഡ് ഓൺ എ വീൽ ആസ് ഷോൺ ഇൻ ദിസ് ഫിഗർ. റൈറ്റ്, ഈ ഫിഗർ ഒന്ന് നോക്കുക. ഈ ഫിഗറിൽ കാണുന്ന പോലെ കുറേ എന്തുണ്ട്, കുറേ ഇവിടെ ഒരു വെയിൻ ഉണ്ട്, ഇവിടെ ഒരു വെയിൻ ഉണ്ട്, ഇവിടെ ഒരു വെയിൻ, സീരീസ് ഓഫ് വെയിൻസ്. ഞാനിപ്പോൾ അറ്റ് മൊമെൻ്റ് ഒരു 3 വെയിൻസേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, സോ ദേ ആർ മൗണ്ടഡ് ഓൺ എ വീൽ. അപ്പോൾ വീലിൻ്റെ സെൻറ്ററാണ് ഈ O എന്ന് പറയുന്നത്. അപ്പോൾ ആ O എന്നുള്ള ഡിസ്റ്റൻസ്, റേഡിയസ് കർവിൻ്റെ ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും ഡിഫറെൻ്റ് ആണ് R1 R2. അതുകൊണ്ട് തന്നെ ഈ ടാൻജൻഷ്യൽ വെലോസിറ്റീസ് U1ഉം U2ഉം ഡിഫറെൻ്റ് ആയിരിക്കും. U1 will not be equal to U2, they are different. So the jet is striking at the vein. ഈ ഒരു വെയിനിൽ ഹിറ്റ് ചെയ്യും. ഇത് ടാൻജൻഷ്യലിയാണ് ഹിറ്റ് ചെയ്യുന്നത്. ടാൻജൻഷ്യലി ഹിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? The wheel starts rotating anti-clockwise at a constant angular speed. Okay, അപ്പോൾ let R1 be radius of wheel at inlet of the wheel. R2 radius of wheel at outlet. വീലിൻ്റെ ഔട്ട്ലെറ്റുള്ള റേഡിയസ് R2. ഇത് കോൺസ്റ്റൻ്റ് ആംഗുലാർ സ്പീഡ് ഓഫ് ദ വീൽ. ഒമേഗയാണെന്ന് വിചാരിക്കുക. ഒമേഗ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ടാൻജൻഷ്യൽ വെലോസിറ്റി, അതായത് ഈ വെയിൻ്റെ അല്ലെങ്കിൽ വെയിൻസിൻ്റെ വെലോസിറ്റി U1 അറ്റ് ഇൻലെറ്റ് എങ്ങനെ എഴുതാം? R ഒമേഗ അല്ലേ. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് R1 ആയതുകൊണ്ട് R1 ഒമേഗ എന്ന് എഴുതാം. U2 എന്നുള്ള എന്തായിരിക്കും? R2 ഒമേഗ ആയിരിക്കും. അപ്പോൾ ഒമേഗ കോമൺ ആണ്, പക്ഷേ ടാൻജൻഷ്യൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. കാരണം എന്താണ്? ഈ റേഡിയസ്, ഇൻലെറ്റിലുള്ള റേഡിയസ് അല്ല ഔട്ട്ലെറ്റിലുള്ള റേഡിയസ്. അപ്പോൾ R1 ഒമേഗ R2 ഒമേഗ ഡിഫറെൻ്റ്. അതാണ് U1 ആൻഡ് U2. നമ്മൾ ഈ എന്ത് നോക്കുക, വെലോസിറ്റി ട്രയാങ്കിൾ ഒന്ന് നോക്കി. വെലോസിറ്റി ട്രയാങ്കിൾ നമ്മൾ ഓൾറെഡി വരക്കാൻ പഠിച്ചതാണ്. ഞാനൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത് ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി, ഇൻലെറ്റിൽ ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി V1 ആണ്. V1 ഹൊറിസോണ്ടലായിട്ടുള്ള ആംഗിൾ, അതായത് ഈ ടാൻജൻഷ്യൽ വെലോസിറ്റി U1 ഉണ്ടല്ലോ, അതുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫയാണ്. ഈ ആൽഫയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഓർക്കുന്നുണ്ടോ? ആൽഫ ഈസ് ഗേറ്റ് ബ്ലേഡ് ആംഗിൾ, അല്ലെങ്കിൽ ഇൻലെറ്റ് നോസൽ ആംഗിൾ, അല്ലെങ്കിൽ ഗേറ്റ് ബ്ലേഡ് ആംഗിൾ. ഓക്കെ, ഗേറ്റ് ബ്ലേഡ് ആംഗിൾ, ആൽഫ ഗേറ്റ് ബ്ലേഡ് ആംഗിൾ ആണ്. അപ്പോൾ V1ഉം U1ഉം V1 മൈനസ് U1 ആണെന്ത്, ഈ റിലേറ്റീവ് വെലോസിറ്റി VR1. V1 മൈനസ് U1 ആണ് VR1. വെക്ടർ V1 മൈനസ് വെക്ടർ U1 ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് U1. പക്ഷെ നമ്മൾ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ കേസിൽ വെലോസിറ്റി ട്രയാങ്കിൾ വരക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം ഒരേ ഡയറക്ഷനിലാണ്, അത് യൂണി ഡയറക്ഷനാണ്, X ഡയറക്ഷനാണ്. അപ്പോൾ ഈ VR1 എന്തായിരിക്കും? VR1 എപ്പോഴും ഇതിൻ്റെ ടിപ്പിന് ടാൻജൻ്റ് ആയിരിക്കും അല്ലേ? അതായത് റേഡിയൽ വെയിൻ്റെ ടിപ്പിന് ടാൻജൻ്റ് ആയിട്ടായിരിക്കും VR1 റേഡിയൽ വെലോസിറ്റി. അങ്ങനെയാണ് ഈ ആൽഫ സെറ്റ് ചെയ്യേണ്ടത്. ആൽഫ സെറ്റ് ചെയ്താൽ ഈ VR1 നമുക്ക് ടാൻജൻ്റ് ആയിട്ട് കിട്ടണം. ഈ VR1 ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. അതിന് നമ്മൾ വെയിൻ ആംഗിൾ എന്ന് വിളിക്കും. വെയിൻ ആംഗിൾ അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ദ കോമ്പണൻസ് ഓഫ് V1 in horizontal direction is world velocity, in vertical direction is flow velocity. ഔട്ട്ലെറ്റ് നോക്കാം. ഔട്ട്ലെറ്റ് VR2 നമുക്ക് ടാൻജൻ്റ് ആയിട്ട് കിട്ടും. ആ VR2 പിന്നെ ഉണ്ടാക്കുന്ന ആംഗിൾ ഔട്ട്ലെറ്റിലുള്ള വെയിൻ ആംഗിൾ ഫൈ. അപ്പോൾ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ VR1 എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടാക്കുന്ന ഈ 2 ആംഗിളാണ്. ഇത് തീറ്റയായിരിക്കും, ഇത് ഫൈ ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
ഇനി ഓക്കെ, ഈ V2 മൈനസ് U2 ആണെന്ത് VR2. അപ്പോൾ ഈ V2 അങ്ങനെ വരും, V2 ഉള്ളിൽ വരും. ഈ V2 ഉണ്ടാക്കുന്ന ആംഗിൾ ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലെങ്കിൽ U2 ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ബീറ്റ. ഇനി V2യുടെ കോമ്പണൻ്റ് ആണ് VW2, VF2 അല്ലേ. ഇത് VF2, ഇത് VW2, വേൾ വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റ് ആൻഡ് ഫ്ലോ വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡയറക്ഷൻ നോക്കണം. ഇതിങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, റൈറ്റ്. അപ്പോൾ U2 ശരിക്കും ഇങ്ങോട്ടേക്കും VW2 ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, അതൊക്കെ ഓർത്ത് വെക്കാം. ഇനി നമ്മളെന്താ നോക്കേണ്ടത്? ഇനി നമ്മൾ ഓക്കെ ഇതൊക്കെ എഴുതി കഴിഞ്ഞു. ഓക്കെ, U1 എന്താണ്, U2 എന്താണ് എഴുതി, വെലോസിറ്റി ട്രയാങ്കിൾ മനസ്സിലായി. ഇനി മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ്. മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ്, അത് എം ഡോട്ട് നമുക്ക് അറിയാം. അതെന്താണ്? റോ അറിയാം, റോ ഇൻറ്റു എ ഇൻറ്റു എന്താണ് ഇൻലെറ്റുള്ള അബ്സർവ് വെലോസിറ്റി. അത് ജസ്റ്റ് V1 എന്ന് എഴുതിക്കോ. കാരണം ഔട്ട്ലെറ്റിലെ വെലോസിറ്റി V2 ആണ്, സെയിം ആവണമെന്നില്ല. ഔട്ട്ലെറ്റുള്ള അബ്സർവ് വെലോസിറ്റി V2 എന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ റോ V1 എഴുതും. പക്ഷേ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു കർവ്ഡ് വേവ് മാത്രം എടുക്കുമ്പോൾ V1 അല്ല എഴുതിയത്, VR1 ആണ്. അതാണ് ഡിഫറൻസ്. ഓക്കെ, അതാണ് ഡിഫറൻസ്. ഇനി മൊമെൻറ്റം ഓഫ് നോക്കാം. മൊമെൻറ്റം ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് the vein in the tangential direction per second at inlet. ഇൻലെറ്റിൽ മൊമെൻറ്റം ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് ദ വെയിൻ ഇൻ ദ ടാൻജൻഷ്യൽ ഡയറക്ഷൻ. ഏതാണ് ടാൻജൻഷ്യൽ ഡയറക്ഷൻ? ഈ ഫിഗറിൽ കണ്ട ഇതാണ് ടാൻജൻഷ്യൽ ഡയറക്ഷൻ, അതായത് U1ൻ്റെ ഡയറക്ഷൻ. U1 ആക്ച്വലി ഇങ്ങനെയല്ലേ, ഹൊറിസോണ്ടൽ അല്ലേ. ആ ഡയറക്ഷനിലെ മൊമെൻറ്റമാണ് കാണാൻ പറയുന്നത്. ആ ഡയറക്ഷനിലെ മൊമെൻറ്റം കാണാൻ എന്ത് ചെയ്താൽ മതി? റോ എ V1 മൊമെൻറ്റം ഇൻറ്റു മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു എന്താണ് റിലേറ്റീവ് വെലോസിറ്റി, കോമ്പണൻ്റ് ഓഫ് V ഇൻ റിലേറ്റീവ് വെലോസിറ്റി അല്ല, കാരണം റിലേറ്റീവ് വെലോസിറ്റി ടാൻജൻഷ്യൽ ഡയറക്ഷനിലല്ല അല്ലേ. അപ്പോൾ അത് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം ഈക്വൽ ടു മാസ് പെർ സെക്കൻഡ് എം ഡോട്ട് അല്ലെങ്കിൽ സ്മോൾ എം ഡോട്ട് ഏതാണ്? ഇത് സ്മോൾ എം ഡോട്ട് ഇൻറ്റു കോമ്പണൻ്റ് ഓഫ് V1 in the tangential direction. V1ൻ്റെ ടാൻജൻഷ്യൽ ഡയറക്ഷനിലുള്ള കോമ്പണൻറ്റ് അതേതായിരിക്കും? ഈക്വൽ ടു റോ എ V1 ഇൻറ്റു ടാൻജൻഷ്യൽ ഡയറക്ഷനിലുള്ള V1ൻ്റെ കോമ്പണൻറ്റ് ഏതാ? VW1 അല്ലേ. VW1 സിമ്പിൾ, VW1. അപ്പോൾ ഇതാണ് മൊമെൻറ്റം ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് ദ വെയിൻസ് ഇൻ ദ ടാൻജൻഷ്യൽ ഡയറക്ഷൻ അറ്റ് ഇൻലെറ്റ്. അപ്പോൾ അറ്റ് ഔട്ട്ലെറ്റ് ആണെങ്കിലോ, മൊമെൻറ്റം സെയിം നമ്മൾ ഇതുപോലെ മൊമെൻറ്റം എങ്ങനെയാണ്? മൊമെൻറ്റം ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഔട്ട്ലെറ്റ് വാട്ടർ ഹിറ്റിംഗ് എം ഡോട്ട് റോ എ V1 തന്നെയാണ്. റോ എ V2 എന്ന് എഴുതാൻ പറ്റില്ല, കാരണം എം ഡോട്ട് സെയിം ആണ്. അപ്പോൾ എം ഡോട്ട് നമ്മൾ അത് ഞാൻ എം ഡോട്ട് എന്ന് എഴുതാം ആദ്യം. എം ഡോട്ട് ഇൻറ്റു കോമ്പോണൻറ്റ് ഓഫ് V2 in the tangential direction. എം ഡോട്ട് ഇൻറ്റു, അപ്പോൾ എം ഡോട്ട് എന്താ? റോ എ V1 തന്നെയാണ്. റോ എ V2 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ V2യുടെ ടാൻജൻഷ്യൽ ഡയറക്ഷനിലെ കോമ്പണൻറ്റ് ഏതാണ്? അത് നെഗറ്റീവ് ഡയറക്ഷനിലാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ പറഞ്ഞില്ലേ, അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അത് V2 കോസ് ബീറ്റ, V2യുടെ കോസ് ബീറ്റ കോമ്പണൻറ്റ് അതെന്തായിരിക്കും? റോ എ V1 ഇൻറ്റു നെഗറ്റീവ് VW2 അല്ലേ, VW2. അല്ലെങ്കിൽ ഈ മൈനസ് പുറത്തേക്ക് ഇടാം, മൈനസ് ഇവിടുന്ന് ഒഴിവാക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ കോമ്പണൻറ്റ്. നെഗറ്റീവ് ഡയറക്ഷനിലാണ് ആ കോമ്പണൻറ്റ് വരിക.
നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ കണ്ടത് മൊമെൻ്റമാണ്. മൊമെൻ്റം. ഓക്കെ, മൊമെൻ്റം ആണ്, ഫോഴ്സ് അല്ല. ഫോഴ്സ് ആകുമ്പോഴാണ് നമ്മളെന്ത് ഈ എം ഡോട്ട് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി കാണേണ്ടത്. മൊമെൻ്റ് ആണെങ്കിൽ ജസ്റ്റ് എം ഡോട്ട് ഇൻറ്റു വെലോസിറ്റി ഡിഫറൻസ് അല്ല, ജസ്റ്റ് വെലോസിറ്റി. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ എഴുതിയത് മൊമെൻ്റം ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് ദ വെയിൻ ആണ്. അപ്പോൾ വാട്ടറിൻ്റെ മൊമെൻ്റം കാണുമ്പോൾ നമ്മളവിടെ റിലേറ്റീവ് വെലോസിറ്റി യൂസ് ചെയ്യുന്നത് അബ്സലൂട്ട് വെലോസിറ്റിയാണ്. അതുകൊണ്ടാണ് റോ എ വി വൺ ഇൻറ്റു വി ഡബ്ല്യു വൺ അബ്സലൂട്ട് വെലോസിറ്റിയുടെ കോമ്പണൻ്റ് ആണ്. അതേപോലെ ഔട്ട്ലെറ്റ് എം ഡോട്ട് ഇൻറ്റു വി ടുയുടെ കോമ്പണൻറ്റ്, അതായത് റോ എ വി വൺ ഇൻറ്റു മൈനസ് വി ടു കോസ് ബീറ്റ, അതായത് വി ഡബ്ല്യു ടു വരുന്നത്. ഓക്കെ, അതാണ് ഡിഫറൻസ്. അപ്പം ഇനി നമുക്ക് ആംഗുലാർ മൊമെൻ്റ് കണ്ടാലോ. ആംഗുലാർ മൊമെൻ്റം അറ്റ് പെർ സെക്കൻഡ് അറ്റ് ഇൻലെറ്റിലെ ആംഗുലാർ മൊമെൻ്റം കാണണമെങ്കിൽ ജസ്റ്റ് ആംഗുലാർ മൊമെൻ്റം എന്ന് വെച്ചാൽ ലീനിയർ മൊമെൻ്റത്തിൻ്റെ ആംഗുലാർ കൗണ്ടർ പാർട്ട്. അപ്പോൾ ഇതാണ് ഇൻലെറ്റിലുള്ള മൊമെൻ്റം, ഇതല്ലേ. ഇത് ഇൻറ്റു എന്ത് ചെയ്താൽ മതി, റേഡിയസ് ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും, ആംഗുലാർ മൊമെൻ്റം കിട്ടും. അപ്പോൾ അത് ഈസ് ഈക്വൽ ടു റോ എ വി വൺ ഇൻറ്റു വി ഡബ്ല്യു വൺ ഇൻറ്റു ആർ വൺ. അതേപോലെ അറ്റ് ഔട്ട്ലെറ്റോ മൈനസ് റോ എ വി വൺ വി ഡബ്ല്യു ടു ആർ ടു. ഇതാണ് ഔട്ട്ലെറ്റുള്ള ആംഗുലാർ മൊമെൻ്റ്. റെഡി, ഔട്ട്ലെറ്റുള്ള ആംഗുലാർ മൊമെൻറ്റും കിട്ടി. ഇനി ടോർക്ക് എക്സേർട്ടഡ് ബൈ ദ വാട്ടർ ഓൺ വീൽ കാണാൻ. ടോർക്ക് എക്സേർട്ടഡ് ബൈ ദ വാട്ടർ ഓൺ ദ വീൽ, ബൈ ദ ജെറ്റ് ഓൺ ദ വീൽ. അപ്പോൾ ഇവിടെ ടോർക്ക് എന്ന് വെച്ചാൽ എന്താണ്, ടോർക്ക് ബൈ ദ ജെറ്റ് ഓൺ ദ വീൽ. എപ്പോഴും നമുക്കറിയാം ടോർക്ക് കാണുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻ്റ് ആണ് ടോർക്ക്. നിങ്ങൾ പ്രീവിയസ് ഇയേഴ്സിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ എഞ്ചിൻ മെക്കാനിക്സ് എങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻ്റ് ആണ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ടോർക്ക് എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻ്റ് എന്ന് വെച്ചാൽ ഇനീഷ്യൽ ആംഗുലാർ മൊമെൻ്റം പെർ സെക്കൻഡ് മൈനസ് ഫൈനൽ ആംഗുലാർ മൊമെൻ്റം പെർ സെക്കൻഡ്. അതാണ് റേറ്റ് ഓഫ് ചേഞ്ച്. പെർ സെക്കൻഡ് വരുന്നതുകൊണ്ടാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻ്റ് ആവുന്നത്. അപ്പോൾ ഇനീഷ്യൽ ആംഗുലാർ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻലെറ്റിലുള്ള ആംഗുലാർ മൊമെൻ്റ് വെച്ചാൽ എന്താണ്, റോ എ വി വൺ ഇൻറ്റു വി ഡബ്ല്യു വൺ ഇൻറ്റു ആർ വൺ മൈനസ് എന്താണ്, ഇവിടെ ഒരു മൈനസ് അല്ലേ, ഡിഫറൻസ് ആണ്. മൈനസ് ഓഫ് റോ എ വി വൺ ആണ്. അത് ഓൾറെഡി ഒരു മൈനസ് നമുക്ക് ഇതിൻ്റെ ഒന്നിച്ചുണ്ട്, ഫൈനൽ ആംഗുലാർ മൊമെൻ്റത്തിന് ഒന്നിച്ചുണ്ട്. മൈനസ് റോ എ വി വൺ വി ഡബ്ല്യു ടു ആർ ടു ആണ്, റൈറ്റ്. അപ്പോൾ ഇതിൽ ടോർക്ക് കിട്ടി. ഇനിയിപ്പോൾ നിങ്ങൾക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് റോ എ വി വൺ ഇൻറ്റു വി വൺ കോമൺ ആയിട്ട് എടുക്കുക അല്ലേ, റോ എ വി വൺ കോമൺ ആയിട്ട് എടുക്കുക, വി ഡബ്ല്യു വൺ ആർ വൺ പ്ലസ് വി ഡബ്ല്യു ടു ആർ ടു എടുത്തുകൂടെ, വി ഡബ്ല്യു ടു ആർ ടു. ഇനിയിപ്പോൾ വർക്ക് ഡൺ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, വർക്ക് ഡൺ പെർ സെക്കൻഡ് ഓൺ വീൽ കാണാൻ എന്ത് ചെയ്താൽ മതി, ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി. ടോർക്ക് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റിയാണ് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റിയാണ് വർക്ക്. ഇപ്പോൾ ആംഗുലാർ റൊട്ടേഷൻ്റെ കേസിൽ ടോർക്ക് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി എടുത്താൽ മതി അല്ലേ, ടോർക്ക് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ അതെന്ന് വെച്ചാൽ ടി ഇൻറ്റു ഒമേഗ. ടി എന്താണ്, റോ എ വി വൺ ഇൻറ്റു വി ഡബ്ല്യു വൺ ആർ വൺ പ്ലസ് വി ഡബ്ല്യു ടു ഇൻറ്റു ആർ ടു ഇൻറ്റു ഒമേഗയാണ്, അപ്പോൾ ഒമേഗ ഞാൻ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ വിൽ ടേക്ക് ദിസ് ഇൻറ്റു ദി ഇൻസൈഡ് ദ ബ്രാക്കറ്റ്, വി ഡബ്ല്യു വൺ ആർ വൺ ഒമേഗ
പ്ലസ് വി ഡബ്ല്യു ടു ആർ ടു ഒമേഗ, ഇങ്ങനെ ഞാൻ ചേഞ്ച് ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ R1 ഒമേഗ R2 ഒമേഗ എന്താണ്, നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് R1 ഒമേഗ ആൻഡ് R2 ഒമേഗ? യെസ്, R1 ഒമേഗ ഇസ് U1, R2 ഒമേഗ ഇസ് U2, റൈറ്റ്? അപ്പോൾ അത് നമുക്ക് വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്നുള്ളത് റോയെ V1 ഇൻറ്റു VW1 U1 പ്ലസ് VW2 ഇൻറ്റു U2, ഇതാണ് വർക്ക് ഡൺ പെർ സെക്കൻഡ്. അപ്പോൾ ഈ ഇക്വേഷനും നിങ്ങൾ കഴിഞ്ഞ, അതായത് ഒരു സിംഗിൾ കർവ് ബ്ലേഡ് ടാൻജൻഷ്യലി, മൂവിങ് കർവ് ബ്ലേഡിൻ്റെ ടിപ്പിൽ ടാൻജൻഷ്യൽ ഹിറ്റ് ചെയ്യുമ്പോഴുണ്ടാവുന്ന ഇക്വേഷൻസ് ഒന്ന് താരതമ്യം ചെയ്യുക. അവിടെ VW1U1 ഉണ്ടാവില്ല, ജസ്റ്റ് VW1 പ്ലസ് VW2 ആയിരിക്കും, അല്ലെങ്കിൽ VW1 പ്ലസ് ഓർ മൈനസ് VW2 ആയിരിക്കും. പക്ഷേ ഇവിടെ ഒരു ഇൻറ്റു ഒരു കോമൺ U ആണ്. ഇവിടെ എന്താണ്, U സെയിം അല്ല, U1 U2 ആയതുകൊണ്ട് U1 ഉള്ളിലേക്കും U2 ഉള്ളിലേക്ക് എടുത്ത് വരും. ഓക്കെ, അതെന്തുകൊണ്ടാണ് സെയിം ആവാത്തതെന്ന് മനസ്സിലായത് നിങ്ങൾക്ക്? കാരണം അത് റേഡിയൽ വെലോസിറ്റി, ഈ വെലോസിറ്റീസ് ഡിഫറൻ്റ് ആണ് അല്ലേ. R2 ടാൻജൻറ്റ് ഇങ്ങനെയാണ്, ഈ ടാൻജൻറ്റ് ഇങ്ങനെയാണ്, ടാൻജൻസിൽ തന്നെ ഡിഫറൻസ് വരും. അപ്പോൾ ആ റേഡിയസ് മാറുമ്പോൾ U1 U2 മാറും. അതുകൊണ്ടാണ് U1 U2 വന്നത്. പിന്നെ ഇവിടെ നമ്മൾ അബ്സല്യൂട്ട് വെലോസിറ്റി V1 ആണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. ഇതിപ്പോൾ സപ്പോസ് നമ്മളെ ആംഗിൾ ബീറ്റ മാറുമ്പോൾ, ഈ ബീറ്റ എന്നുള്ളത് നമ്മളിപ്പോൾ ഒരു അക്യൂട്ട് ആംഗിളാണ് എടുത്തത്. ഇതിപ്പോൾ ഒപ്റ്റ്യൂസ് ആണെങ്കിലോ, ലൈക്ക് ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിലോ, ഒപ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ നമ്മളെ വർക്ക് ഡൺ പെർ സെക്കൻഡ് മാറും. ഒപ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ റോയെ V1 ഇൻറ്റു VW1U1 എന്ത് വരും? ഇപ്പോൾ നമ്മളിവിടെ എന്താണ് എടുത്തത്, പ്ലസ് അല്ലേ, അത് മൈനസ് ആവും. VW2U2 എന്ന് വരും, നേരെ ഓപ്പോസിറ്റ് വരും. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് വരും. ഈ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ചാൻസസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ബീറ്റ മാറുന്നതനുസരിച്ചിട്ട് ഇവിടെ ഇല്ല ഓപ്പറേറ്റർ പ്ലസ്സോ മൈനസോ. അപ്പോൾ നമുക്ക് ജനറൽ ഇക്വേഷൻ എഴുതുമ്പോൾ, റോ എ V1 ഇൻറ്റു VW1U1 പ്ലസ് ഓർ മൈനസ് VW2U2, ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ ഫോർ വർക്ക് ഡൺ പെർ സെക്കൻഡ് ഓൺ ദ വീൽ. ഒരു സെക്കൻഡിൽ ഒരു ജെറ്റ് ഒരു സീരീസ് ഓഫ് കേർഡ് വെയിൻസിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന വർക്ക് ഡൺ ജനറൽ എക്സ്പ്രഷനാണ് റോ എ V1 ഇൻറ്റു VW1U1 പ്ലസ് ഓർ മൈനസ് VW2U2. അപ്പോൾ ആംഗിൾ ഇപ്പോൾ ബീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ ഈ സെക്കൻഡ് ടേം ഉണ്ടാവില്ല, VW2 0 ആയിപ്പോൾ അല്ലേ. ഓക്കെ, ഇനിയിപ്പോൾ എഫിഷ്യൻസി ഓഫ് കർവ്ഡ് വെയിങ് ആണെങ്കിലോ, എഫിഷ്യൻസി ആണെങ്കിൽ റോ എ V1 ഇൻറ്റു VW1U1 പ്ലസ് ഓർ മൈനസ് VW2U2 ഡിവൈഡ് ബൈ എന്താണ്, ഹാഫ് റോ എ V1Q. ഇതാണ് എഫിഷ്യൻസി. ഇതിൽ നമുക്ക് ഇപ്പോൾ റോ എ ഓക്കെ, ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. V1 ക്യാൻസൽ ചെയ്താൽ V1 സ്ക്വയർ ആവും, ഈ 2 മുകളിലേക്ക് ആവും. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി ഈക്വൽ ടു 2 ടൈംസ് VW1U1 പ്ലസ് ഓർ മൈനസ് VW2U2 ഡിവൈഡ് ബൈ V1 സ്ക്വയർ. ഇതായിരിക്കും എഫിഷ്യൻസി ഇക്വേഷൻ. ദിസ് ഈസ് ദ എഫിഷ്യൻസി ഇക്വേഷൻ, റൈറ്റ്? ഇപ്പോൾ പിന്നെ വേറൊരു മെത്തേഡ് ഉള്ളത്, ഇഫ് ദർ ഈസ് നോ ലോസ് ഓഫ് എനർജി വെൻ വാട്ടർ ഈസ് ഫ്ലോയിങ് ഓവർ ദ വെയിൻസ്, അതായത് വെയിൻ്റെ മുകളിൽ വാട്ടർ ഫ്ലോ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ നോ ലോസ് ആയിരിക്കും. സോ ദ വർക്ക് ഡൺ ഓൺ ദ വീൽ പെർ സെക്കൻഡ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ദി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ ജെറ്റ് പെർ സെക്കൻഡ്, അല്ലേ? അതങ്ങനെ ആവണമല്ലോ എപ്പോഴും. ഇൻലെറ്റിലുള്ള കൈനറ്റിക് എനർജി ഔട്ട്ലെറ്റിലുള്ള കൈനറ്റിക് എനർജിയിലും ഡിഫറൻസ് ആയിരിക്കും വർക്ക് ഡൺ ബൈ ദ ജെറ്റ് ഓൺ ദ വീൽ, അല്ലേ? അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് എഴുതിക്കൂടെ? സോ ദ വർക്ക് ഡൺ ഇങ്ങനെ എഴുതാം, വർക്ക് ഡൺ പെർ സെക്കൻഡ് ഓൺ വീൽ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, KE പെർ സെക്കൻഡ് ഓഫ് ദ ജെറ്റിൻ്റെ കൈനറ്റിക് എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച്. അപ്പോൾ അതായത് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ ഹാഫ് റോ എ ഹാഫ് MV1 സ്ക്വയർ മൈനസ് ഹാഫ് MV2 സ്ക്വയർ പെർ സെക്കൻഡ്, അല്ലേ? പെർ യൂണിറ്റ് ടൈം.
പെർ യൂണിറ്റ് ടൈം ആക്കണം. അതെങ്ങനെയാക്കും? അതിന് മാസിന് പകരം നമ്മൾ റോ എ V1 എന്ന് എടുക്കുക. മാസിന് പകരം രണ്ടിലും റോ എ V1 എടുക്കുന്നതായിരുന്നു. ഈക്വൽ ടു ഹാഫ് റോ എ V1 ഇൻറ്റു V1 സ്ക്വയർ മൈനസ് ഹാഫ് റോ എ V1. അഗൈൻ റോ എ V1 തന്നെയാണ്, അവിടെ V2 സ്ക്വയർ. ഓക്കെ, അതിൻ്റെ അർത്ഥം ഹാഫ് റോ എ V1 ഇൻറ്റു V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ. സോ ഇതാണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, അല്ലെങ്കിൽ വർക്ക് ഡൺ. അപ്പോൾ നമ്മൾ എഫിഷ്യൻസി എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: ഹാഫ് റോ എ V1 ഇൻറ്റു V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ ഡിവൈഡ് ബൈ ഹാഫ് റോ എ V1 ക്യൂബ്, അല്ലേ? V1 ക്യൂബ്. അപ്പോൾ ഇതിൽ ഓക്കെ, ഇതെല്ലാം പോവും. ബാക്കി ഉണ്ടാവുക എഫിഷ്യൻസി എന്നുള്ളത് ബാക്കി ഉണ്ടാവുക V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ ബൈ ഒരു ഓക്കെ, ഈ V1 പോയി ഇതൊരു V1 സ്ക്വയർ ബാക്കി ഉണ്ടാവും. അപ്പോൾ അതൊരു V1 സ്ക്വയർ ബാക്കിയുണ്ട്. സോ ഇതും എഫിഷ്യൻസി ഇക്വേഷനാണ്. അപ്പോൾ ഈ ടേം എന്ന് പറയുന്നത് നമ്മൾ ഈ പർട്ടിക്കുലർ ടേം, ഈ പർട്ടിക്കുലർ ടേമിന് ഈക്വൽ തന്നെയാണ്. ഈക്വൽ ആവണം. ഏത് കേസിൽ? ഇഫ് ദർ ഇസ് നോ ലോസ് ഓഫ് എനർജി, ഇഫ് ദർ ഇസ് നോ എനർജി ലോസ്, അങ്ങനെയുള്ള കേസിൽ ഇത് സെയിം ആവണം. അതെ, എനർജി ലോസ് ഉണ്ടെങ്കിൽ ഇതാണ് ഒറിജിനൽ എക്സ്പ്രഷൻ. എനർജി ലോസ് ഇല്ലെങ്കിൽ ആ എക്സ്പ്രഷൻ ഇതിന് ഈക്വലായിട്ട് വരണം. ഓക്കെ, ഇതിന് ഈക്വലായിട്ട് വരണം. അപ്പോൾ ഈ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഇക്വേഷൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ഓക്കെ, ഒന്ന് നോക്കുക. എഫിഷ്യൻസി ഈക്വൽ ടു V1 സ്ക്വയർ ബൈ V1 സ്ക്വയർ 1 മൈനസ് V2 സ്ക്വയർ ബൈ V1 സ്ക്വയർ എന്ന്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. വെലോസിറ്റി മാക്സിമം ആവുന്നത് V2 0 V2 മിനിമം ആകുമ്പോഴാണ് എഫിഷ്യൻസി മാക്സിമം ആവുക. എഫിഷ്യൻസി മാക്സിമം ആണെങ്കിൽ ഈ ടേം ഏറ്റവും 0 അടുത്തെത്തിയാൽ മാക്സിമം 1 കിട്ടും. അപ്പോൾ 0 അടുത്തെടുത്താണെങ്കിൽ ന്യൂമറേറ്റർ ചെറുതാവണം. അതായത് ഔട്ട്ലെറ്റിലുള്ള വെലോസിറ്റി V2 മിനിമം ആണ്. ബട്ട് V2 ക്യാൻ നെവർ ബി 0, അല്ലേ? V2 എപ്പോഴും 0 അല്ല. കാരണം എന്താണ്? ഇൻകമിങ് ജെറ്റിനൊരു വെലോസിറ്റി ഉണ്ടാവും, അല്ലേ? ഇൻകമിങ് ജെറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരു വെലോസിറ്റി ഉണ്ടാവും. വെലോസിറ്റി ഇല്ലെങ്കിൽ ജെറ്റ് പുറത്തേക്ക് മൂവ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം, അല്ലേ? സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എഫിഷ്യൻസി വിൽ ബി മാക്സിമം വെൻ എങ്ങനെ എന്ത് ചെയ്താൽ മതി? നമ്മളെ ഈ 17.28 നമ്മൾ ഈ പർട്ടിക്കുലർ ഇക്വേഷനിൽ ദിസ് ഇക്വേഷനിൽ ഇത് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. ഓക്കെ, എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഇതല്ലേ? ഇതാണ് എഫിഷ്യൻസി. ഈ ഇക്വേഷനിൽ ഇത് എഫിഷ്യൻസിയുടെ വാല്യൂ മാക്സിമം ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ് സൈൻ ആണെങ്കിലേ മാക്സിമം. അങ്ങനെയാണെങ്കിൽ VW1 U1 ഷുഡ് ബി ആഡഡ് ടു VW2 U2. ഇത് പോസിറ്റീവ് ആകുന്നപ്പോഴാണ് ബീറ്റ അക്യൂട്ട് ആകുമ്പോഴല്ലേ? ബീറ്റ അക്യൂട്ട് ആകുമ്പോഴാണ് ഇത് പോസിറ്റീവ് ആകുന്നത്. സോ ഫോർ മാക്സിമം എഫിഷ്യൻസി ബീറ്റ ഷുഡ് ബി അക്യൂട്ട്. പിന്നെ VW2 മാക്സിമം ആയിക്കഴിഞ്ഞാലും നമുക്ക് എഫിഷ്യൻസി കൂട്ടാം, അല്ലേ? VW2 മാക്സിമം ആവണമെങ്കിൽ VW2 മാക്സിമം ആവുന്നത് എപ്പോഴാണ്? VW2 മാക്സിമം ആവുന്നത് ബീറ്റ 0 ആകുമ്പോഴാണ് VW2 മാക്സിമം ആവും. ബീറ്റ 0 എന്ന് വെച്ചാൽ VW2 V2 ഈക്വൽ ആവും, അല്ലേ? അങ്ങനെയാണെങ്കിൽ ദ ആംഗിൾ 0. അപ്പോൾ ആക്ച്വലി 0 ആവില്ല, പ്രാക്ടിക്കൽ കേസിൽ പോസിബിൾ. അപ്പോൾ ഏറ്റവും മിനിമം ആവുന്ന കേസിലാണ്. എനിക്കത് മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ശ്രദ്ധിക്കുക. VW1 U1 പ്ലസ് VW2 U2 ആണെങ്കിലാണ് എഫിഷ്യൻസി മാക്സിമം ആവുക. അത് മൈനസ് ചെയ്യുമ്പോൾ എഫിഷ്യൻസി കുറയല്ലേ? മാക്സിമം ആണെങ്കിൽ ഇത് ആഡ് ചെയ്യണമെന്ന് മീൻസ് ബീറ്റ അക്യൂട്ട് ആവണം. ഇനി VW2 മാക്സിമം ആവുന്ന എപ്പോഴാണ്? ഈ നമ്മൾ ഫിഗർ എടുത്താൽ VW2 മാക്സിമം ആയാലും എഫിഷ്യൻസി മാക്സിമം. VW2 എങ്ങനെയാണ് മാക്സിമം ആവുക? VW2 മാക്സിമം ആണെങ്കിൽ ഈ V2 കംപ്ലീറ്റ്ലി എന്ത് ചെയ്താൽ മതി? V2 എന്നുള്ളത് V2 സ്കേലാർ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയി കഴിഞ്ഞാൽ മതി. അതായത് ഇതിന് VF2 എന്നുള്ള കോമ്പണൻറ്റ് 0 ആയി കഴിഞ്ഞാൽ VW2 മാക്സിമം. VF2 കോമ്പണൻറ്റ് 0 വെച്ചാൽ ബീറ്റ 0 എന്നാണ് അർത്ഥം.
അത് ബീറ്റ 0 ആവുന്നത് ബീറ്റ അല്ല, 5 0 ആകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. പക്ഷെ 5 0 എന്നുള്ളത് ഒരു കേസ് ആക്ച്വലി പോസിബിൾ അല്ല. അപ്പോൾ 5 ഏറ്റവും മിനിമം വെക്കുന്നതായിരിക്കും മാക്സിമം എഫിഷ്യൻസിക്ക് കിട്ടാനുള്ള ഒരു വഴി. ഓക്കെ, മാക്സിമം എഫിഷ്യൻസി കിട്ടാൻ 5 എപ്പോഴും മിനിമമായിട്ട് വെക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് എല്ലാം മനസ്സിലായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലം ചെയ്യാം. താങ്ക് യു.